ഗബ്രിയേൽ ഘടിപ്പിച്ച ക്യാമറയിലൂടെ സെക്യൂരിറ്റി റൂമിലെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു അവർ. സീക്രട്ട് റൂമിന്റെ മുമ്പിലായി 2 തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉള്ളതായി അവർ കാണുന്നു. ഒന്നാമത്തെ സിസ്റ്റത്തിൽ ആദ്യത്തെ അധികാരിയുടെ ഫിംഗർ പ്രിന്റും അതേസമയം രണ്ടാമത്തെ സിസ്റ്റത്തിൽ റഷ്യക്കാരനായ രണ്ടാമത്തെ അധികാരിയുടെ ശബ്ദത്തിൽ സിസ്റ്റത്തിൽ നിന്ന് ചോദിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾക്ക് റഷ്യൻ വാക്കുകൾ മറുപടിയായി നൽകണം. ഇത് രണ്ടും ഒരേ സമയം മാച്ചാകുമ്പോൾ ആ സീക്രട്ട് റൂം വാതിൽ തുറക്കും. അതിനുള്ളിൽ മറ്റൊരു സീക്രട്ട് റൂം ഉള്ളതായി അവർ കാണുന്നു. സീക്രട്ട് റൂം തുറന്ന് 1 മണിക്കൂറിന് ശേഷം സെക്യൂരിറ്റീസ് വീണ്ടും റീസെറ്റ് ആകും. ഓരോ വിലപിടിപ്പുള്ള വസ്തുവും ഒരു പ്രത്യേകതയുള്ള ഗ്ലാസ് കൊണ്ട് മൂടിയിരിക്കുന്നു. ഒരു ഗ്ലാസ് പൊട്ടിക്കണമെങ്കിൽ മിനിമം അരമണിക്കൂർ വേണമെന്ന് അവർ പറയുന്നു. അതുമാത്രമല്ല, ആ മുറിയുടെ 4 വശത്തായും അൾട്രാസോണിക് മോഷൻ ഡിറ്റക്ടർ ഉണ്ട്. അതിനാൽ തന്നെ ആളുകളെ ഡിറ്റക്ട് ചെയ്താൽ ഉടൻ തന്നെ വാതിൽ ക്ലോസ് ആവുകയും അലാറം അടിക്കുകയും ചെയ്യും. ആ റൂമിനുള്ളിലെ സീക്രട്ട് റൂം തുറക്കാൻ അധികാരികൾ വിസമ്മതിക്കുന്നു. അതിനാൽ തന്നെ അതെങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് ഗബ്രിയേലിനും റിപ്ലിക്കും മനസ്സിലാകുന്നില്ല. അധികാരികൾ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മടങ്ങി വരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഗബ്രിയേൽ ഈ മോഷണം അസാധ്യമാണെന്ന് പറഞ്ഞ് റിപ്ലിയുമായി വഴക്കുണ്ടാക്കുന്നു. എന്നാൽ വഴക്കുണ്ടാക്കിയ ഗബ്രിയേലിനോട് അധികാരിയുടെ കോട്ടിനുള്ളിലെ ക്യാമറ എടുക്കാൻ റിപ്ലി ആവശ്യപ്പെടുന്നു. ഉടൻ തന്നെ അധികാരിയുടെ അടുത്തേക്ക് ഗബ്രിയേൽ പോകുന്നു. അടുത്തെത്തിയ ഗബ്രിയേൽ അബദ്ധം പറ്റിയ രീതിക്ക് കോട്ടിലേക്ക് മദ്യമൊഴിക്കുന്നു. കോട്ട് വൃത്തിയാക്കുന്ന രീതിയിൽ ആ ക്യാമറ കൈക്കലാക്കുന്നു ഗബ്രിയേൽ. പിറ്റേന്ന് മുതൽ എങ്ങനെ മോഷണം നടത്താമെന്ന് അവർ ചിന്തിക്കുന്നു.